ഗ്രേറ്റ് ഫാമിലി ഈസ് ബിൽഡ് ബൈ എ ഗ്രേറ്റ് വുമൻ. നമ്മൾ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന പ്രിൻസ് ചേട്ടനാണ്. ഇപ്പൊ നമുക്ക് ഒരു ചേച്ചിനെ കിട്ടിയിട്ടുണ്ട്. പ്രിൻസ് ചേട്ടന്റെ വൈഫാണ് ജൂലി ചേച്ചി. സോ വി ഹാവ് ജൂലി ചേച്ചി ഹിയർ. ഞങ്ങള് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യത്തിനെ കുറിച്ചായിരുന്നു. അതായത് ഒരു മിഷന് പോവാ, അതും ഫാമിലി ആയിട്ട്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹിന്ദി ബെൽറ്റിലേക്ക്. നമ്മുടെ ഫുഡ് ഡിഫറെന്റ് ആണ്, ലൊക്കാലിറ്റീസ് ഡിഫറെന്റ് ആണ്, പീപ്പിൾ ഡിഫറെന്റ് ആണ്, ക്ലൈമറ്റ് ഡിഫറെന്റ് ആണ്, പിള്ളേരുണ്ട്, അവരുടെ ഹെൽത്ത്. അപ്പൊ ഇതൊക്കെ ആയിട്ട് എങ്ങനെ അഡ്ജസ്റ്റ്, എങ്ങനെ, ഹൗ ഡിഡ് യു മാനേജ് ഇറ്റ്? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എനിക്ക് ഒരു ബലവേ ഉണ്ടായിരുന്നുള്ളൂ, ഈശോ എന്നൊരാളുടെ ഒരു ബലം. പിന്നെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ മിഷനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളാണ് ഞാൻ തുടക്കത്തില്. എനിക്ക് മിനിസ്ട്രീസും ജീസസ് യൂത്തും ആയിട്ടൊക്കെ നല്ല കണക്ഷൻ ഉണ്ട്. അപ്പം മിനിസ്ട്രീസ് എന്താന്ന് എനിക്ക് ഭയങ്കര ധാരണയുണ്ട്. അപ്പം മിഷൻ എന്ന് പറഞ്ഞ ശരിക്കും ഞാൻ ആദ്യം തന്നെ ഇവിടെ നിന്ന് പോണം എന്നൊരു ആഗ്രഹമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഏതാന്നൊന്നും അറിയത്തില്ല, ഐ എം ബ്ലാങ്ക്. പക്ഷെ പോണം, എന്തെങ്കിലും ചെയ്യണം, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, അത്രയും ഒരു ഐഡിയ ഉള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്താണ് കർത്താവ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് മിഷനിലോട്ട്. കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് പോയാൽ പോലും തന്നെ ലാംഗ്വേജ് എനിക്ക് ഇപ്പോഴും, ഞാൻ ഹിന്ദി വളരെ ക്ലിയർ അല്ലാത്ത ആളാണ്. ഭയങ്കര ടൂട്ടാപ്പൂട്ട അങ്ങനത്തെ ഹിന്ദി തന്നെയാണ് ഞാൻ ഇപ്പോഴും. അപ്പൊ പിള്ളേരിപ്പോഴും പറയും, അമ്മ ഇതുവരെ ഹിന്ദി പഠിച്ചില്ലേ എന്ന് പറയും, അവരൊക്കെ നന്നായി സംസാരിക്കുമ്പോഴും. അപ്പം എന്നാൽ പോലും എനിക്ക് വലിയ ഭാഷയിലൊന്നും എനിക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ വചനം പ്രഘോഷിക്കാനോ ഹിന്ദിയിൽ എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിൽ എനിക്കൊരു കൺവിക്ഷൻ മാത്രമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അത് നമ്മൾ എന്താണോ, ക്രിസ്തു എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിച്ച് കാണിക്കണം. അവർക്ക് അതിലൂടെ ക്രിസ്തുവിനെ മനസ്സിലാക്കണം. അവര് ക്രിസ്ത്യാനികൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ക്രിസ്തു ഇങ്ങനെ ആയിരിക്കും എന്നൊരു റോൾ മോഡൽ അവർക്ക് കിട്ടണം എന്നുള്ള സാധനത്തിൽ ഞാൻ എനിക്ക് അങ്ങനെ ഒരു കൺവിക്ഷൻ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വലുതായിട്ട് ചെയ്യില്ലെങ്കിലും അറിയാവുന്നുള്ളത് പോലെ ചെയ്യാന്നുള്ള സാധനം മാത്രം. അങ്ങനെയാണ് അവിടെ പോകുന്നതും. അപ്പൊ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ആവുമ്പം ചേച്ചിമാരിങ്ങനെ, അവിടെ നമുക്കിങ്ങനെ പാക്കറ്റ് പാൽസ് കിട്ടത്തില്ല, ഡയറക്റ്റ് പശുവിനും എരുമേനൊക്കെ തരുന്ന പാലാ. അപ്പൊ പാലൊക്കെ മേടിക്കണമെങ്കിൽ ചേച്ചിമാരുടെ വീട്ടിൽ പോകണം. അങ്ങനെയൊക്കെ അങ്ങനെ ചേച്ചിമാരുമായിട്ട് പതുക്കെ ഇറങ്ങി സംസാരിച്ചു തുടങ്ങി. പിന്നെ നമ്മൾ അവിടെ ഉള്ളത് അവർക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് അവർ ഫീൽ ചെയ്ത് തുടങ്ങി. നിങ്ങൾ ഉണ്ടായിരുന്നത് എന്തൊരു അനുഗ്രഹമാണ്. അവർക്കൊരു പശു പ്രസവിച്ചാലും അവര് ഫീൽ ചെയ്യുന്നത് നമ്മള് ഇവിടെ നിൽക്കുന്നത് കൊണ്ടാ. അവരുടെ വീട് പണിഞ്ഞാലും അവര് ഫീൽ ചെയ്യുന്നത് അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്, അവര് ഇവിടെ ഉള്ളത് കൊണ്ടാന്നൊരു ധാരണയിൽ അവര് ജീവിച്ചു തുടങ്ങി. അതുപോലെ എന്ത് സാധനമാണെങ്കിലും ചില സമയങ്ങളിൽ ചിലപ്പം ഒരു സവാളയായിരിക്കും നമുക്ക് ആവശ്യം, ഞാനും മടിക്കാതെ അവരുടെ അടുത്ത് പോയി ചോദിക്കും, അവരും ഇങ്ങോട്ട് വന്ന് ചോദിക്കും. അങ്ങനെ ഒരു നല്ല ബന്ധം സ്ഥാപിച്ചു തുടങ്ങി. പ്രിൻസ് ചേട്ടൻ ഇല്ലാത്ത സമയത്ത് അവിടുത്തെ ചേട്ടന്മാരാണെങ്കിലും, എനിക്ക് അപ്പൊ വണ്ടി ഓട്ടിക്കാൻ അറിയത്തില്ല ആ സമയത്ത്, ഇത്രയും പിള്ളേരുമായിട്ട് ഡ്രൈവ് ചെയ്യാനും പറ്റാത്തൊരു അവസ്ഥ വരുമ്പോഴത്തേക്കും അവിടെയുള്ള കമലേഷിനെ വിളിക്കും, അവര് വരും, കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഒരു പതുക്കെ സ്ലോലി ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് എടുക്കാൻ തുടങ്ങി. അത് എടുക്കാൻ തുടങ്ങിയതല്ല, നമ്മൾ ബൈ നേച്ചർ അങ്ങനെ ആയപ്പോൾ, നമ്മുടെ നേച്ചർ കർത്താവ് അങ്ങനെ ആക്കി മാറ്റിയപ്പം ശരിക്കും അവരും ക്രിസ്തു എന്താണെന്നും ക്രിസ്തുവിനെ ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പം ഓട്ടോമാറ്റിക്കലി അവിടെ മിറക്കിൾസ് സംഭവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും അല്ല അവിടെ ശരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പം പ്രിൻസ് ആണെങ്കിൽ പോലും തന്നെ ഒരു ഇവാഞ്ചലൈസേഷൻ ചെയ്യുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു ക്രൗഡിന്റെ മുമ്പിൽ പോയിട്ട് ഭയങ്കര മയക്കം പിടിച്ചല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ ഒരാളെ കാണുന്നു, സോ ജസ്റ്റ് ഒരു നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുന്നു, നല്ലപോലെ ഒന്ന് സംസാരിച്ച് നല്ല റിലേഷൻഷിപ്പ്, നമുക്കൊരു നല്ല ഫ്രണ്ട്സിനെ കിട്ടണം അങ്ങനെ. അപ്പൊ പിന്നെ ആ ത്രൂ ഔട്ട് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ദെൻ സ്ലോലി നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്, എങ്ങനെയാ ഇങ്ങനെ പറ്റുന്നത് എന്ന് അവരിങ്ങോട്ട് ചോദിച്ചു തുടങ്ങും. പിന്നെ അവരിങ്ങോട്ട് വന്നു തുടങ്ങും.
പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി തുടങ്ങും അവരുടെ വീട്ടില്. സ്ലോലി അത് വളർന്ന് വളർന്ന് പോകുമ്പോഴും നമ്മളൊന്നും വലിയ ഘോരം പറയാറില്ല. അവരെ കേൾക്കും, അവരെന്താ പറയുന്നത്, അവരുടെ വിഷമങ്ങൾ എന്താന്നേ കേൾക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. നമുക്ക് പ്രാർത്ഥിക്കാൻ വെൽക്കമുള്ള വീടുകളാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ചിലര് സമ്മതിക്കും. മോസ്റ്റ്ലി വില്ലേജസിൽ അവർ സമ്മതിക്കും. അല്ലാത്തവരാണെങ്കിൽ ഞങ്ങൾ പറയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും. പക്ഷെ ആ ബന്ധം ഇപ്പോഴും ഉണ്ട്. പ്രാർത്ഥിക്കാൻ അനുവദിച്ചാലും അനുവദിച്ചില്ലെങ്കിലും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഇപ്പോഴും നല്ലൊരു ബന്ധത്തിൽ തന്നെയാണ് ഈ നിമിഷം വരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രം മതി എന്ന് തീരുമാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കുട്ടികളെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനായിട്ട് വാട്ട് വാസ് യുവർ എൻകറേജ്മെന്റ്? ഞങ്ങളുടെ പ്രീ മാരേജ് കോഴ്സ് ഒരുമിച്ച് ചെയ്ത ആ സമയത്ത് തന്നെ എന്തിനാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നത് എന്നൊരു ചോദ്യം അച്ഛൻ ചോദിച്ചു. എനിക്കൊരു ഉത്തരം ഉണ്ടായിരുന്നു, ഞാനൊരു അപ്പനാകാനാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ളത്. അപ്പൊ എനിക്കൊരു അപ്പനാവും പറ്റാവുന്ന അത്രയും മറ്റുള്ള അപ്പനാവണം എന്നുള്ളൊരു ആഗ്രഹം അന്നേ ഉണ്ടായിരുന്നു. ഇതേ ആഗ്രഹം തന്നെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരുടെ ഒരു ഒരേ തരത്തിൽ ഒരേ വേവ് ലെങ്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു, കൂടുതൽ കുഞ്ഞുങ്ങൾ വേണമെന്നുള്ളൊരു ആഗ്രഹം. രണ്ടുപേരും ഒരേ ചിന്താഗതിയാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിച്ചത്, നമുക്ക് ലോകത്തിന് സമ്മാനിക്കാൻ പറ്റുന്ന, ലോകത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നല്ല കുറച്ച് കുഞ്ഞുങ്ങളെ, നല്ല സമൂഹത്തെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കുറച്ച് വ്യക്തികളെ സമൂഹത്തിന് സമ്മാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തികളുടെ സമ്മാനിക്കണമെങ്കിൽ വ്യക്തികളുടെ ഫോർമേഷൻ അങ്ങനെ വെൽ ഫോംഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി, ഞാൻ ശരിക്കും വരുന്ന ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി. അപ്പൊ എനിക്ക് ഡ്രോബാക്കുകളല്ല, കർത്താവിന്റെ കൃപ മാത്രമാണ് എന്നെ വളർത്തിയത്. അപ്പോൾ അത് കർത്താവിന്റെ കൃപ എല്ലാത്തിനെയും അതിജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അത് തീർച്ചയായിട്ടും എങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വന്നാലും നമ്മളെ കർത്താവിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തമ്പുരാൻ ബിൽഡ് ചെയ്യും. പക്ഷെ എനിക്ക് തിരിച്ചറിയുന്ന ഒരു കാര്യം, എന്റെ കുടുംബത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യം, വളരെയധികം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തി ഞാൻ തീരുമാനിച്ചത് അങ്ങനെയാണ്, കുഞ്ഞുങ്ങളെ നല്ലൊരു ഫോർമേഷൻ നടത്തി കുഞ്ഞുങ്ങളെ ഒരു സമൂഹത്തിന് സമ്മാനിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രിൻസേട്ടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ജീവൻ തരുന്നത് കർത്താവാണ്. ആ ജീവൻ തരുന്ന കർത്താവിന്റെ പദ്ധതിയിൽ നമ്മൾ കൈവയ്ക്കരുത്. നമ്മൾ പലപ്പോഴും ഇത്ര കുട്ടികൾ മതി, അല്ലെങ്കിൽ ഓക്കെ ഇപ്പൊ ഇത് മതി, ഇപ്പൊ ഇത് വേണ്ട എന്ന് വയ്ക്കുമ്പോൾ കർത്താവിന്റെ ഒരു പ്ലാനിലാണ്. അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്നത് തന്നെ സ്നേഹിക്കാനും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനും ഉള്ളതാണ്. അപ്പൊ ഈ രണ്ട് പോയിന്റിൽ നിന്ന് നമ്മൾ മാറുവാണ്, ഡൈവേർട്ടായി പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താ, കർത്താവിന്റെ ഒരു പ്ലാനിൽ നമ്മൾ കൈവച്ച് നമ്മൾ അതിനെ നശിപ്പിക്കുക ചെയ്യുന്നത്. അവിടെ തന്നെ ഗോഡ്സ് പ്ലാൻ പോയി. അപ്പം ശരിക്കും അങ്ങനെ വരുന്ന സമയത്ത് അൾട്ടിമേറ്റ് പാരന്റൽ ലവും പോയി. അവിടെ തന്നെ രണ്ടും പൊളിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ തന്നെ തീരുമാനിച്ചു, ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്യും കർത്താവ് ഇത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും കർത്താവ് ഞങ്ങളെ മനസ്സിലാക്കി തരും, പഠിപ്പിച്ചു തരും. അങ്ങനെ ഒരു വലിയൊരു കുടുംബം ആകണം എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി എന്നുള്ളത് ഞങ്ങൾക്ക് തുടക്കം ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അത് ഓവർ ദി ഇയേഴ്സ് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. കാര്യം ഞങ്ങൾ ആ ഒരു വിഷനിൽ നിന്ന് മാറിയപ്പോഴൊക്കെ നമ്മളെ കർത്താവ് ഓർമ്മിപ്പിക്കുകയും പിന്നെ തിരിച്ച് അതേ ഒരു ട്രാക്കിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതാണ് വലിയൊരു കുടുംബമായി വളരുക എന്നുള്ളത് നമുക്ക് വളരെ ടാഞ്ചിബിൾ ആയിട്ട് കർത്താവിടെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുക, കുഞ്ഞുങ്ങളെ വളർത്തുക, കുഞ്ഞുങ്ങളെ സമൂഹത്തിനും സഭയ്ക്കും സമ്മാനിക്കുക, നല്ല വ്യക്തികളായിട്ട് സമ്മാനിക്കുക എന്നുള്ളത് നമ്മുടെ ഞങ്ങളൊരു പ്രധാന ജീവിതത്തിന്റെ ഒരു പ്രധാന ഒരു പർപ്പസ് ആയിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ആദ്യം പോലെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ഫോർമേഷനാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കുട്ടികളുണ്ടായാൽ മാത്രം പോരാ, അവരെ നല്ലൊരു ട്രാക്കിൽ വളർത്താനായിട്ട് പറ്റണം. അപ്പോൾ അതിന് ഡിസിപ്ലിൻഡ് ആയിട്ട് അവരെ കൊണ്ടുവരാനായിട്ട് പറ്റണം. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ സ്കൂളിംഗ് സിസ്റ്റത്തിന് മാറിയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഹോം സ്കൂളിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ സാന്ത്വന കമ്മ്യൂണിറ്റിയും ധീരജൻ ഞങ്ങളുടെ ഡയറക്ടർ തിരുച്ചാബച്ചനും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇന്ന് ഹോം സ്കൂളിംഗ് സിസ്റ്റത്തിലേക്ക് മാറാനായിട്ട്. നമ്മൾ ഗ്ലോബൽ സിനാരിയോ നോക്കിയാലും മിക്കവാറും പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം പ്രാക്ടീസിങ് കാത്തലിക് ഫാമിലീസിന് ഒരു 50%-നേക്കാളും കൂടുതൽ ആളുകൾ ഹോം സ്കൂളിംഗിലേക്ക് മാറി. കാത്തലിക് ഫാമിലീസ് മാത്രമല്ല, എല്ലാ ക്രിസ്ത്യൻ ഫാമിലീസും ഹോം സ്കൂളിംഗിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. കാര്യം ഈ ഒരു സ്കൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കുട്ടികളെ വിശ്വാസത്തിൽ ഉടനാനൊക്കെ എത്രമാത്രം സാധിക്കും എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് വളരെ നല്ലൊരു സിറ്റിസൺഷിപ്പിനെ
ഫോം ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉള്ള കാരണം ഒരു അക്കാഡമിക് എഡ്യൂക്കേഷന്റെ ഒപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കയറുമെന്നൊക്കെ ഉള്ള ഒരു ഫിയറിന്റെ ബേസിൽ നമ്മൾ അങ്ങനെ കുട്ടികളെ ഹോം സ്കൂളിംഗ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. +2 വരെ, അതിനുശേഷം ഡിഗ്രി റെഗുലർ കോളേജിൽ തന്നെ അവർ പഠിക്കും. ഇപ്പൊ അങ്ങനെ ഒരു ഹോം സ്കൂളിംഗ് സിസ്റ്റത്തിലാണ് ഇവർ പോകുന്നത്. അപ്പൊ ഇവരുടെ ഹോം സ്കൂളിംഗ് ഉണ്ട്. ഡെയിലി കുർബാനയ്ക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട് രാവിലെ തന്നെ. എത്ര നേരത്തെയാണ് കുർബാനയിൽ ഞങ്ങളുടെ അവിടെ വിന്റർ ആകുമ്പോഴത്തേനും, വിന്റർ സമ്മർ ഈ രാവിലെയാണ്, വളരെയധികം നേരത്തെയാണ് കുർബാന. സ്കൂളിന്റെ ടൈമിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 5:45 ആയിരിക്കും കുർബാന വരുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ കുട്ടികളെ ഒരുക്കി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. അപ്പൊ അതിലൂടെ ഇവർക്കൊരു ഫോർമേഷൻ, കുട്ടികൾക്കൊരു ഫെയ്ത്ത് ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ആ കാര്യത്തെ കുറിച്ച് ജോലിക്ക് കുറച്ചുകൂടെ പറയാൻ പറ്റുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഹോം സ്കൂളിംഗ് ഞങ്ങൾ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. കാര്യം ഹോം സ്കൂളിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുവാണ് പലപ്പോഴും, പല സാഹചര്യങ്ങളിലും. അതുമാത്രമല്ല, ഇവർക്ക് ഞങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഇവര് രാവിലെ എഴുന്നേക്കണം, രാത്രി 7:30 കിടന്നുറങ്ങും. ഇവർ ജനിച്ച കാലം തൊട്ട് ഇവർ 7:30 കിടന്നുറങ്ങുന്നതാണ്. എനി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ലേറ്റ് ആവും. 8 മണിക്ക് കിടന്നുറങ്ങിയാൽ രാവിലെ 5-5:30 ആകുമ്പോൾ അവർ തന്നെ എഴുന്നേക്കും. സോ അത് തന്നെ രാവിലെ കുർബാനയ്ക്ക് പോകാൻ ഞങ്ങളെ സഹായിക്കാറുണ്ട്. രാവിലെ കുർബാനയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം ഇരുന്ന് അവർ കുറച്ച് ഹൗസ് ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യും. അത് കഴിയുമ്പോൾ അവര് ബ്രേക്ക്ഫാസ്റ്റിന് ആരെങ്കിലും ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്യും. കുഞ്ഞുങ്ങളാണെങ്കിലും ഞാൻ നോ പറയാറില്ല. ചിലപ്പം അവര് എന്തെങ്കിലുമൊക്കെ പണിയൊപ്പിക്കും, ബട്ട് ഇറ്റ്സ് ഓക്കെ. അവരെ കൊണ്ട് പറ്റുന്നത് അവർ ചെയ്യട്ടെ. അപ്പോൾ ഓരോ മുറിയും ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കും. ഇന്ന ആൾ ഇന്ന ടോയ്സ് എടുത്ത് വയ്ക്കുക, ഇന്ന ആള് 2 പേര് പോയി ബെഡും ബെഡ്ഷീറ്റും എടുക്കുക. അങ്ങനെ ഒരാള് വാഷിംഗ് മെഷീനിൽ തുണിയിട്, ഒരാള് 2 പേര് പോയി വിരിച്ചിട്. അങ്ങനെ ഹൗസ് ക്ലീനിങ് ആ മോർണിംഗ് ടൈം ബ്രേക്ക്ഫാസ്റ്റ് വരെ. അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഒരു കോമൺ പ്രെയർ ഉണ്ട്, കമ്മ്യൂണിറ്റി പ്രെയറും ഒരു കൊന്തയും. അത് അവർ വരണം, അവരിരിക്കണം, നമ്മൾ ഒന്നിച്ച് ചൊല്ലണം. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 9 o'clock 9:30 സ്റ്റഡിക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങളിൽ ആരെങ്കിലും അവൈലബിൾ ആണോ അവരിരിക്കും പഠിപ്പിക്കാൻ. അതൊരു 12 കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് 1 o'clock അല്ല 12:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കും. ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുക്കും, 1-2 പ്രാവശ്യം. ദെൻ ഇവർ ഇത് കഴിയുമ്പോൾ ലഞ്ചിന് പ്രിപ്പയർ ആവും, അത് ലഞ്ച് കഴിക്കും. ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ അവർക്ക് കുറച്ചു നേരം ആൾക്ക് 20 minutes വെച്ച് അഡോറേഷൻ ഇരിക്കണം. ആദ്യത്തെ 4 പേരിരിക്കും. അവർക്ക് ടൈം മാറ്റിയാണ് കൊടുക്കുന്നത്. ഈ സമയത്ത് ബാക്കിയുള്ളവർ കുറച്ച് പേർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ടാണെങ്കിൽ ആർട്ട്, മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്, അങ്ങനത്തെ പ്രാക്ടീസുകൾ വരും. അപ്പോൾ ഒരാൾ ആരാധനയ്ക്ക് കയറുമ്പോൾ ബാക്കി 3 പേര് ഫ്രീ ആവും, അവരിത് ചെയ്യും. അപ്പം അത് കഴിഞ്ഞ് 4 to 5 ഔട്ട്ഡോർ ഗെയിംസ്, മേളിലത്തെ കുട്ടികളായിട്ടൊന്ന് കളിക്കാനായിട്ട് വിടും. ദെൻ 5-5:30 അവർ തിരിച്ചു വന്ന് കുളിക്കണം. അഗൈൻ 6 o'clock 6:30 ഫാമിലി പ്രെയർ, 7-7:30 ഡിന്നർ. 8:30 മുന്നേ കിടന്നുറങ്ങണം. ഞങ്ങൾ ഉറങ്ങിയില്ലെങ്കിലും ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യും, അവർ ഉറങ്ങണം. മൂത്ത ആൾക്ക് കുറച്ച് പ്രായം ആയതുകൊണ്ട് ആളിങ്ങനെ പപ്പ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കും. അപ്പൊ ഞാനിങ്ങനെ പറയും, മോന് ഉറക്കം വന്നില്ലെങ്കിലും നീ കിടന്നോ, ഇവർക്ക് വേണ്ടി കിടന്നോ, നീ ഉറങ്ങില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നീ കിടന്നു, നിനക്ക് ഉറക്കം വന്നാൽ ഉറങ്ങുക, അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ 8:30 അവർ ഉറങ്ങും. ഉറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രീയാ ഞങ്ങള്. അത് കഴിഞ്ഞുള്ള ഞങ്ങളുടെ സ്റ്റഡീസ്, ഞങ്ങളുടെ ഒന്നിച്ചുള്ള പ്രാർത്ഥന, പ്രെയറിനിരിക്കലാണെങ്കിലും റീഡിങ്സ് ആണെങ്കിലും വർക്ക് ആണെങ്കിലും സ്റ്റഡി ആണെങ്കിലും എല്ലാം അത് കഴിഞ്ഞ് ഒരു 10-10:30 വരെ ഞങ്ങൾ ചെയ്യും എന്താണോ ഉള്ളത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീൻ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വലിയൊരു അവസരമാണ്. ദൈവത്തെ സ്തുതി, നമ്മുടെ അനുദിനമുള്ള ഒരു ജീവൻ തന്നെ ദൈവിക സ്തുതിയായിട്ട് മാറ്റാൻ പറ്റുന്ന വലിയൊരു അവസരമാണ് കുടുംബം. അപ്പൊ ഈ കുടുംബത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യവും ദൈവത്തിന് സ്തുതിയായിട്ട് സമർപ്പിക്കാനും അങ്ങനെ ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് വരാനും നമ്മൾ തന്നെ ഒന്ന് ഒരുക്കാനും അതൊക്കെ വളരെയധികം കറക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ കുഞ്ഞുങ്ങളെ നമ്മൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കറക്ഷൻസ് ലൈഫിൽ വരുത്താൻ തുടങ്ങി. അത് ഹോം സ്കൂളിംഗ് കൂടെ അതുകൊണ്ട് ഇവരെ നമ്മളെ കാണുന്നുണ്ട് മുഴുവൻ നേരം. അപ്പോൾ പലതും നമ്മൾ ഇവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് ഇവരോട് ചെയ്തെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ തന്നെ കറക്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഇവർ കാണുമ്പോൾ ചോദിക്കും ഒപ്പ എന്നോട് അങ്ങനെ പറയുന്നത് ഒപ്പ ഇത് ചെയ്യുന്നല്ലോ എന്ന് ചോദിക്കുകയും ചെയ്യും കുട്ടികൾ. അപ്പോ സ്വയം കറക്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മള് കുട്ടികളുടെ മുമ്പിൽ ഒരു മാതൃകയാണ് നമ്മളെ കണ്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അപ്പോ അങ്ങനെ വൃത്തിയായിട്ട് ജീവിക്കാനായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും പല കാര്യങ്ങളും നമ്മൾ ഇഷ്ടങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാനും സമർപ്പിക്കാനും ഉള്ള
ഒരു ബലിവേദി പോലെ ആയി പിന്നീടുള്ള വർഷങ്ങളിൽ അങ്ങനെ സംഭവിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ വരുത്തിയത് ഈ ഒരു ഫോർമേഷൻ ആയിരുന്നു. ഈ കുഞ്ഞുങ്ങളോടുള്ള ഒരു വളർച്ചയായിരുന്നു. അപ്പൊ അവരോടൊപ്പം നമ്മളും വളരുമായിരുന്നു. അങ്ങനെ സംഭവിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എന്റെ ഒരു ജീവിതത്തിൽ ഒരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിച്ചു.